നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദിയിൽ പ്രവാസി മലയാളിയെ കുത്തിക്കൊന്നു. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് 1-ാം മൈൽ കൂമ്പാറ ചേരിക്കപ്പാടം സ്വദേശി CP സയ്യിദ് ഹാജിയുടെ മകൻ ചേരിക്കപ്പാടം ഹൗസിൽ അബ്ദുൽ മജീദാണ് കൊല്ലപ്പെട്ടത്. 44 വയസ്സായിരുന്നു. പ്രതികളെന്ന് സംശയിക്കുന്ന 3 ബംഗ്ലാദേശി സ്വദേശികളിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചൊവ്വാഴ്ച രാത്രി സൗദി സമയം 9 മണിയോടെ ജിസാനിലുള്ള ദർബ് എന്ന സ്ഥലത്താണ് സംഭവം. ദർബിൽ ഒരു ഷീഷ കടയിലാണ് ഇദ്ദേഹം ജോലി ചെയ്തിരുന്നത്. ഇന്നലെ ജോലി അന്വേഷിച്ചു വന്ന ഒരു ബംഗ്ലാദേശിയോട് ജോലിയില്ലെന്ന് പറഞ്ഞ് തിരിച്ചയച്ചതിനെ തുടർന്നുണ്ടായ വാക്കുതർക്കത്തെ തുടർന്നുണ്ടായ കലഹമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പറയപ്പെടുന്നത്. കുത്തേറ്റ അബ്ദുൽ മജീദ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടിരുന്നു. അബ്ദുൽ മജീദിനെ കുത്തിയ ശേഷം കടന്നുകളഞ്ഞ പ്രതികളെ പോലീസ് പിന്നീട് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. വിവരമറിഞ്ഞ് പോലീസ് എത്തി നടപടിക്രമങ്ങൾക്ക് ശേഷം മൃതദേഹം ദർബിലെ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. സംഭവത്തിൽ വിശദമായ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 15 വർഷമായി അബ്ദുൽ മജീദ് സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്നുണ്ട്. സഹോദരങ്ങളായ സൈനുദ്ദീൻ, ഷിയാവുദ്ദീൻ എന്നിവരും സൗദിയിലുണ്ട്. ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 9-നാണ് മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് നാട്ടിൽ പോയി അബ്ദുൽ മജീദ് തിരികെ എത്തിയത്. മാതാവ് CP സൈനബ, ഭാര്യ റൈഹാനത്ത് EK, മക്കൾ നാജിയ, മിദ്ലാജ്. അതേസമയം ഏതാനും മാസങ്ങൾക്ക് മുൻപ് UAE അജ്മാനിൽ താമസ സ്ഥലത്ത് പ്രവാസിയെ കുത്തിക്കൊലപ്പെടുത്തിയ സംഭവം റിപ്പോർട്ട് ചെയ്തിരുന്നു. ശേഷം രക്ഷപ്പെടാൻ ശ്രമിച്ച സുഹൃത്തിനെ പോലീസ് മണിക്കൂറുകൾക്ക് ശേഷം പിടികൂടുകയായിരുന്നു. കൂടെ താമസിക്കുന്ന ഏഷ്യൻ വംശജനായ പ്രവാസിയാണ് മറ്റൊരു ഏഷ്യക്കാരൻ അടിച്ചും കത്തികൊണ്ട് കുത്തിയും കൊലപ്പെടുത്തിയത്. സാമ്പത്തിക തർക്കവും കൊലപാതകത്തിന് കാരണമായിട്ടുണ്ടെന്ന് പോലീസ് പിന്നീട് കണ്ടെത്തിയിരുന്നു. കൊലപാതക ശേഷം താമസ സ്ഥലത്ത് നിന്ന് ഇയാൾ രക്ഷപ്പെടുകയായിരുന്നു. അൽ കരാമ മേഖലയിൽ വെച്ചാണ് അജ്മാൻ ജനറൽ കമാൻഡ് ഓഫ് പോലീസ് പ്രതിയെ പിടികൂടിയത്. പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിക്കുകയും മുറിക്കകത്ത് മൃതദേഹം കണ്ടെത്തുകയുമായിരുന്നു. പരിശോധനകളും ഇൻക്വസ്റ്റ് നടപടികളും പൂർത്തിയാക്കിയ പോലീസ് ഉടൻ തന്നെ പ്രതിക്കായുള്ള തിരച്ചിൽ ആരംഭിച്ചിരുന്നു. താമസ സ്ഥലത്തെ മറ്റ് തൊഴിലാളികളിൽ നിന്ന് ലഭിച്ച മൊഴികളുടെ അടിസ്ഥാനത്തിൽ ഇയാളുടെ മുറിയിൽ കൂടെ താമസിച്ചിരുന്ന 25 വയസ്സുള്ള സഹപ്രവർത്തകന് വേണ്ടി ഉടൻ പോലീസ് വല വിരിക്കുകയായിരുന്നു. ഇയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചെങ്കിലും ഒരു സ്ഥലത്ത് നിൽക്കാതെ ഇയാൾ സ്ഥലം മാറിക്കൊണ്ടിരിക്കുന്നതായി പോലീസ് കണ്ടെത്തി. ഇതേ തുടർന്ന് അന്വേഷണം കൂടുതൽ വ്യാപകമാക്കിയ പോലീസ് സംഭവം അറിഞ്ഞ് 6 മണിക്കൂറിനകം തന്നെ പ്രതിയെ പിടികൂടുകയായിരുന്നു. അൽ കരാമ പ്രദേശത്ത് വെച്ചാണ് പ്രത്യേക അന്വേഷണ സംഘം ഇയാളെ വലയിലാക്കിയത്. ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചതായി പോലീസ് അറിയിച്ചിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.